ഹായ്, നമ്മൾ ഇന്നലെ വേരിയബിൾസ് വരെ പറഞ്ഞു നിർത്തി. ഇന്ന് നമുക്ക് സി ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ വേരിയബിൾസ് ചാപ്റ്ററിൽ പഠിച്ചതുപോലെ സിയിലെ വേരിയബിൾ എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അതുപോലെ പ്രിൻറ്റ് ഫംഗ്ഷനുള്ളിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കണ്ടോ, നേരത്തെ പറഞ്ഞ എന്താ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം ഡാറ്റ ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ %d അത് ഈ ഇൻറ്റീജർ ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ %f ഫ്ലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ %c ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ചാർ. പിന്നെ അതിൻ്റെ സൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ബേസിക് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. %d ഇൻറ്റിനുള്ളതാണ്, അങ്ങനെയൊക്കെ. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഫോർമാറ്റ് സ്പെസിഫയർ ഡാറ്റ ടൈപ്പിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എക്സസൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. The char data type is used to store a single character. ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ് ചാർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. കണ്ടല്ലോ, ചാർ മൈഗ്രേഡ് എ പ്രിൻ്റ് ഓഫ് ഡാറ്റ സ്പെസിഫയർ. ഇവിടെ %c ആണ് കൊടുത്തിട്ടുള്ളത്. മൈഗ്രേഡ് വേരിയബിളിനെ കോൾ ചെയ്തു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡാറ്റ ടൈപ്പിന് അനുയോജ്യമായ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കാം %d 65. ഇതിൻ്റെ ASCII വാല്യൂ ആണ്. ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് വെച്ചാൽ ASC വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടർ വേരിയബിളിനെ നമ്പറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ASCII വാല്യൂ എന്ന് പറയുന്നത്. നമുക്കത് ഇവിടെ നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ്ലി, ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ASCII, യു ക്യാൻ യൂസ് ASCII value to display certain characters. Note that these values are not supported by quotes as they are numbers. ഇവ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കോഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല. സ്ട്രിങ് ആയിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത് എത്രയാണ്? 65. ഓക്കെ, ഇത് ഇവിടെ ആദ്യം 65 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ്ടോ എ പ്രിൻ്റായി. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഫോർമാറ്റ് സ്പെസിഫയറിൻ്റെ അവിടെ മാറ്റി കൊടുത്തപ്പോഴത്തേക്കും 65 പ്രിൻ്റ് ആയത്. ഈ എയുടെ ASCII വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ആയേക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഒന്നിലധികം ക്യാരക്ടർ ചാർ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ മാത്രം പ്രിൻ്റ് ആകത്തുള്ളൂ. എക്സാമ്പിൾ നോക്കാം. കണ്ടോ, O മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ. ഇത് സ്ട്രിങ്ങിൻ്റെ നമുക്ക് അടുത്ത ചാപ്റ്ററിലൊക്കെ നോക്കാം. ഒന്നിലധികം ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അത് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഹോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം നമുക്ക്. ലൈക്ക് 20 or 3000. ഫ്ലോട്ടും ഡബിളും യൂസ് ചെയ്യുന്നത് ഡെസിമൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇൻറ്റ് -1000 പ്രിൻ്റ് ഓഫ്. ഇവിടുത്തെ ഫോർമാറ്റ് സ്പെസിഫയർ വന്നിട്ട് %d %d ഇൻറ്റീജർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 1000 പ്രിൻ്റായി. അതുപോലെ തന്നെ ഫ്ലോട്ട് -5.75. ഓക്കെ, %f എന്ന് പറഞ്ഞ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത് ഫ്ലോട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. കണ്ടോ, പ്രിൻ്റായത്. അടുത്ത് നമുക്ക് ഡബിൾ. -19.99 പ്രിൻ്റ് ഓഫ്. ഈ ഡബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് LF %LF.
എന്നിട്ട് അതിൻ്റെ വേരിയബിളിനെ കോൾ ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നു. ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വാല്യൂവിന് ഉണ്ടാകും എന്നതാണ് പ്രിസിഷൻ സൂചിപ്പിക്കുന്നത്. ഫ്ലോട്ട് ആണെങ്കിൽ 6 അല്ലെങ്കിൽ 7 ഡെസിമൽ ഡിജിറ്റ്സ്, ഡബിൾ ആകുമ്പോൾ 15 ഡിജിറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഡബിൾ ആയിരിക്കും ഉപയോഗിക്കാൻ സേഫ്. പക്ഷേ ഫ്ലോട്ട് കുറച്ച് മെമ്മറി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷേ ഡബിൾ ഈ ഫ്ലോട്ടിൻ്റെ ഇരട്ടിക്ക് മെമ്മറി കൺസ്യൂം ചെയ്യും. സയൻറ്റിഫിക് നമ്പർ. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സയൻറ്റിഫിക് നമ്പർ ആകാം. ഇവിടെ ഈ എന്ന് കൊടുത്തിട്ടുള്ളത് പവറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 10ൻ്റെ പവറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ F1 ഈസ് ഈക്വൽ ടു 35E3 എന്ന് വെച്ചാൽ 35 ഇൻറ്റു 10⁻³ എന്നതാണ്. അതുപോലെ തന്നെ 12E4 എന്നാൽ 12 ഇൻറ്റു 10⁻⁴. ഒന്ന് എക്സാമ്പിൾ ട്രൈ ഔട്ട് ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. സെറ്റ് ഡെസിമൽ പ്രിസിഷൻ എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ പ്രിൻറ്റ് ചെയ്താൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒന്നിലധികം ഡിജിറ്റ്സ് ഉണ്ടാവും. ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 പോയിന്റിന് ശേഷം ഒന്നിലധികം ഡിജിറ്റ്സ് ഉണ്ട്, കണ്ടല്ലോ. എക്സ്ട്രാ 0 റിമൂവ് ചെയ്യാൻ നമുക്ക് ഡെസിമൽ പ്രിസിഷൻ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം എത്ര ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യണം എന്നുകൂടെ ചേർക്കാൻ സാധിക്കും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടോ, %.1f ഒരു ഡിജിറ്റ് പ്രിൻ്റ് ആവുള്ളൂ. നമുക്കത് ട്രൈ ചെയ്യാം, അതെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഫ്ലോട്ട്, മൈ ഫ്ലോട്ട് നമ്പർ. ഓക്കെ, ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്, വേരിയബിൾ നെയിം മൈ ഫ്ലോട്ട് നം, ഇതിൽ അസൈൻ ചെയ്ത വാല്യൂ 3.5. ഇവിടെ F കൊടുത്തതുകൊണ്ട് ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സീറോസ് എല്ലാം പ്രിൻ്റായി. നമുക്കിനി ഇവിടെ ഒന്നാണ് കൊടുത്തിട്ടുള്ളത്, %.1f എന്നാണ് കൊടുത്തിട്ടുള്ളത് ഫോർമാറ്റ് സ്പെസിഫയർ. സോ ഒറ്റ ഒന്ന് മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 2 ഡിജിറ്റ് പ്രിൻ്റായി പോയിന്റിന് ശേഷമുള്ള. അതുപോലെ തന്നെ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര 4 ക്യാരക്ടേഴ്സ് പ്രിൻ്റായി 5000. കണ്ടല്ലോ. ഈ എക്സസൈസ് ചെയ്ത് നോക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കമൻ്റായിട്ട്. അടുത്ത മെമ്മറി സൈസ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഡാറ്റ ടൈപ്സ് കൺസ്യൂം ചെയ്യുന്ന മെമ്മറിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെക്ക് ചെയ്യുക. മെമ്മറി സൈസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് ഓഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്യുക. ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസും കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. നമുക്ക് C ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് നോക്കാം. ചിലപ്പോഴൊക്കെ നമുക്കൊരു ഡാറ്റ ടൈപ്പ് വാല്യൂ മറ്റൊന്നിലോട്ട് മാറ്റേണ്ട അവസ്ഥ വരും. അതിനാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളിന് ഇവിടെ 2/5 നമുക്ക് കിട്ടേണ്ട ആൻസർ 2.5, പക്ഷെ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 2 എന്നാണ്. കൺവേർഷൻ വർക്കാവുന്നത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. 2 ടൈപ്പിലുള്ള കൺവേർഷൻസ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഓട്ടോമാറ്റിക്കായി കമ്പൈലർ സംഭവിക്കും. നമ്മളൊരു ടൈപ്പിലുള്ള വാല്യൂ മറ്റൊന്നിൽ അസൈൻ ചെയ്യുമ്പോൾ. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഫ്ലോട്ട്, മൈ ഫ്ലോട്ട് 9. ഫ്ലോട്ടാണ് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഫ്ലോട്ട്, മൈ ഫ്ലോട്ട്. ഇതിപ്പോൾ ഒരു ഇൻറ്റീജറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അത് പ്രിൻ്റ് ചെയ്യാം. %f മൈ ഫ്ലോട്ട്. നമ്മൾ 9 മാത്രമല്ലേ കൊടുത്തുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടിയത് ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ട്, അതിനുശേഷം കുറേ ഡിജിറ്റ്സും ഉണ്ട്. നമ്മളിവിടെ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇതൊരു റിസ്ക് ആയിരിക്കും, നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ്, മൈ ഇൻറ്റ്, printf %d മൈ ഇൻറ്റ്. നമ്മളിവിടെ ഒരു ഫ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ ഓഫ് 9. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിൻ്റെ വാല്യൂവിനെ കൺവേർട്ട് ചെയ്തതാണ് ഇൻറ്റീജറായിട്ട്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫ്ലോട്ട് സം ഈസ് ഈക്വൽ ടു 5/2. printf ഫോർമാറ്റ് സ്പെസിഫയർ കൊടുത്തിട്ടുണ്ട്, ഫ്ലോട്ടിൻ്റെ കൊടുത്തിട്ടുള്ള സമ്മ് വേരിയബിൾ നെയിമാണ്, അത് അതിനൊന്ന്
പ്രിൻ്റ് ഔട്ട് ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് 2.000 അങ്ങനെ എക്സെട്ര അങ്ങനെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വരേണ്ട ഉത്തരം 2.5. എന്തുകൊണ്ട് കിട്ടിയില്ല എന്നായിരിക്കും ചിന്ത. ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ചെയ്യണം മാനുവലായിട്ട്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് സം ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് 5/2 പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് സം 2.5. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന പാരന്തസിസിനുള്ളിൽ മാനുവലായി ടൈപ്പ് നൽകുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിളൂടെ നോക്കാം. int num1 is equal to 5, int num2 is equal to 2, float sum. ഇവിടെ പാരന്തസിസിനുള്ളിൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് num1/num2 കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ int num1 is equal to 5, int num2 is equal to 2, float sum. എന്നിട്ട് പാരന്തസിസിനുള്ളിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് കൊടുത്തു. എന്നിട്ട് num1/num2, ദെൻ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് .1 എന്ന് വെച്ചാൽ ഡെസിമൽ പ്രസിഷനാണ് പറയുന്നത്. ഇവിടെ 2 വന്നാൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് പ്രിൻ്റ് ആവും. ഇവിടെ 1 ഉള്ളൂ, അപ്പോൾ 5 മാത്രം പ്രിൻ്റ് ആയി. 2.5 എന്ന് വന്നു. എന്നിട്ട് സം വേരിയബിൾ കോൾ ചെയ്തു. അപ്പോൾ നമുക്ക് 2.5 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. റിയൽ ലൈഫ് എക്സാമ്പിൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാൻ മടിക്കരുത്. അടുത്ത് നമുക്ക് സി കോൺസ്റ്റൻറ്റ്സ് എന്താണെന്ന് നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ പഠിക്കാം.